ഓക്കെ, ഇനി അഖ്ലാഖിൽ എട്ടാമത്തെ ഭാഗം സത്യവിശ്വാസിയുടെ വിദേശവിധാനം. ഇതില് ഒരു ഉപ്പ മകൾക്ക് എഴുതുന്ന ഒരു കത്താണ്. അപ്പൊ നമ്മുടെ കത്തും കാര്യമൊക്കെ അതിന്റെ പ്രധാന പോയിന്റുകൾ മാത്രമാണ് വെച്ചിരുന്നത്. ഓക്കെ, ഇസ്ലാമിലെ വേഷവിധാനത്തിന്റെ അടിസ്ഥാനം ഇതാണ് തുടക്കത്തിൽ പറയുന്ന വിഷയം. എന്താണ്? മുസ്ലിങ്ങൾക്ക് ഇസ്ലാം അനുവദിച്ച വേഷം മാത്രമേ ധരിക്കാവൂ. വസ്ത്രം അവർക്ക് പൂർണ്ണമായും മറയുന്നതായിരിക്കണം, മറക്കുന്നത് ആയിരിക്കണം. ഇനി പുരുഷ സ്ത്രീ വേഷ വ്യത്യാസത്തെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. പുരുഷന്റെയും സ്ത്രീയുടെയും വേഷത്തിൽ വ്യക്തമായ വ്യത്യാസമാണ് അല്ലെ, പരസ്പരം അനുകരിക്കൽ ഹറാമാണ്. അതിനൊരു ഹദീസ് ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലിബസൽ മർഅതി വൽ മർഅത തൽബസു ലിബസൽ റജുൽ. ഈ ഹദീസ് പഠിച്ചോളൂ. സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. ഓക്കെ, സ്ത്രീകളുടെ വേഷവിധാനത്തെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. സൗന്ദര്യം പുറത്ത് കാണിക്കുന്ന വസ്ത്രങ്ങൾ പാടില്ല, ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും കാണിക്കുന്ന വസ്ത്രങ്ങൾ പാടില്ല, ജീൻസ് പോലെയുള്ള ശരീരത്തിന്റെ വണ്ണം വലിപ്പവും കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിക്കണം. പിന്നെ പുരുഷ വേഷം ധരിക്കാൻ പാടില്ല സ്ത്രീക്ക്. ഇത്രയുമാണ് സ്ത്രീയുടെ വേഷത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ സ്ത്രീ ആഭരണം ധരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പുറത്തു പോകുമ്പോൾ ആഭരണം പ്രദർശിപ്പിക്കൽ സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറഞ്ഞു അല്ലെ. ഇനി പുരുഷന്മാരുടെ വേഷവിധാനമാണ് അടുത്ത ചർച്ച. വസ്ത്രം നെര്യാണിക്ക് താഴെ നീളാൻ പാടില്ല പുരുഷന്മാരുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതിന്റെ അർത്ഥ കിതാബ് കാണുന്നില്ല. അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചെടുക്കുന്നവരെ അല്ലാഹു ഖിയാമത്ത് നാളിൽ നോക്കുകയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അർത്ഥം നിങ്ങൾ പഠിക്കേണ്ടി വരില്ല, കിതാബിലില്ലല്ലോ. ഓക്കെ, ഇനി ഏഴാമതൊരു കാര്യം, പുരുഷന്മാർക്ക് ഹറാമായ വേഷങ്ങളാണ് ഇനി പറയുന്നത്. സ്ത്രീ വേഷം ധരിക്കൽ പുരുഷന് ഹറാമാണ്. പട്ട് സ്വർണം പുരുഷന് ഹറാമാണ്. ഇനിയോ പുരുഷന്മാർക്ക് സുന്നത്തായ വസ്ത്രം കൂടിയാണ് അവസാനം പറയുന്നത്. വെള്ള വസ്ത്രം, തലപ്പാവ്, അതുപോലെ തന്നെ ഖമീസ്, ഇത്രയുമാണ് പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ. ഇത്രയുമാണ് ഈ പാഠം. ഓക്കെ.